നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എവിടെ പോയാലും കുടുംബത്തെ ഓർക്കേണ്ട സമയത്ത് നമ്മൾ ഓർക്കണമല്ലോ. ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല, നീ വന്നതിന് പിറകെ ഇവിടെ അപവാദവും കയറി വരാനിടയുണ്ട്. അതിന്റെ തുടക്കം എന്നോണം ആയിരിക്കും ആ വിനീനും ഇന്നിവിടെ കയറി വന്നത്. അവന്റെ ഭാര്യയെ വീണ്ടും ഗർഭിണിയായെന്ന്. അവളത് വിനയൻ അറിയാതെ നശിപ്പിക്കാൻ നോക്കിയെന്നും പറഞ്ഞാ വിനയൻ ഇന്നിവിടെ വന്നത്. അതും പറഞ്ഞ അവൻ ഇവിടെ വരേണ്ട കാര്യം എന്താ? ചീരു മനുചേച്ചി ഹോസ്പിറ്റലിൽ വന്നപ്പോ അവിടെ അമ്മയും ഹർഷയും ഉണ്ടായിരുന്നു സത്യേട്ട. ചീരു പ്രഗ്നന്റ് ആണെന്നതിന് അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയാനാ വിനയൻ ഇവിടെ വന്നത്, അല്ലേ അമ്മേ? അവൻ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ടുമുണ്ട്. അതുപോലെ ആവില്ല വിനയൻ ഇവനെ അന്വേഷിച്ചു വന്ന. വിനയൻ എന്തിനാ അമ്മയെ സത്യനെ അന്വേഷിച്ചു വരുന്നത്? അവനോട് പറയാനുള്ളത് നമ്മളെ പറഞ്ഞില്ലേ? അതിന് പകരം ചോദിക്കൊന്നും പറഞ്ഞല്ലേ ഇന്ദ്ര വിനയൻ ഇവിടുന്ന് പോയത്. വിനയൻ അറിയാതെ ചീരു കൊച്ചിനെ ഇല്ലാതാക്കിയ അവൻ പറഞ്ഞെടുക്കാൻ പോകുന്നതേ ആ കൊച്ച് അവന്റേതല്ലാത്തത് കൊണ്ടാണ് അവൾ അതിനെ നശിപ്പിച്ചെന്നായിരിക്കും. ചീരുവിനെതിരെ അവൻ അപവാദം പറയുമ്പോ ആരെ ചേർത്താണ് പറയുന്നെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ. ഓ, അതിന് നിന്റെ കുഞ്ഞാണെന്ന് കൂടിയേ കേൾക്കാനുള്ളൂ, ബാക്കിയെല്ലാം തകഞ്ഞു. അമ്മ എന്തൊക്കെയാ പറയുന്നത്? വിനയം പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അമ്മ വിളിച്ചു പറയുന്നത്. എടാ, ഞാൻ പറയുന്നതല്ല, അവൻ നാളെ വിളിച്ചു പറയാൻ പോകുന്ന കാര്യങ്ങളാ ഞാനിപ്പോ പറഞ്ഞത്. അത് നമ്മളെ കൂടി കേൾപ്പിക്കാനാ ഇവൻ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓ, ആറങ്ങോട്ട്. ഓട്ട സത്യ, അമ്മ ഇങ്ങനെയൊക്കെയാണെന്ന് നിനക്കറിയാലോ. നീ മുറിയിലേക്ക് വാ. സോനെ, സത്യന് കഴിക്കാൻ എന്തെങ്കിലും കാണോ? ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം ഏട്ടാ. സത്യേട്ടാ വാ. ചെല്ല്. വാ സത്യ. ശ്യാമേണ്ണ വല്ലതും വേണം? വേണ്ട. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇതിലെന്തോ ഒളിച്ചുകളിയുണ്ട്. അത് ഒരു സംശയമല്ല, എനിക്ക് തോന്നുക. വിനയൻ ഇങ്ങനൊരു വിഷയമായിട്ട് പഞ്ചരത്നത്തിലേക്ക് കയറി ചെല്ലണമെങ്കിൽ അവന് വ്യക്തമായ സൂചന തന്നെ കിട്ടിക്കാണണം.